പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന പല പരിപാടികളും അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു അഭിപ്രായം പറച്ചിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. പലപ്പോഴും ആ കാഴ്ചപ്പാടുകൾ പറയുന്നത് ആ പ്രോഗ്രാമിനെ പോസിറ്റീവായിട്ടായിരിക്കും. നെഗറ്റീവായിട്ട് അധികം ആളുകളൊന്നും പറയാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും എൻ്റെ ജീവിതത്തിൽ പഠിക്കുകയും ചെയ്തപ്പോൾ ഈ പറയപ്പെടുന്ന ആളുകൾ, അഭിപ്രായം പറയുന്ന ആളുകൾ, അവരുടെ സംഘാടകരാൽ നിർദ്ദേശിക്കപ്പെട്ട ആശയങ്ങൾ പറയുന്ന ഒരു പ്രവണതയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അഭിപ്രായങ്ങൾ, ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്ന ആളുകൾ അവരുടെ സ്വന്തം അഭിപ്രായം അല്ല പലപ്പോഴും പറയാറുള്ളത്. അതിന്റെ സംഘാടകരെ പ്രസാദിപ്പിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും അവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചേർത്തിണക്കി ആ പ്രോഗ്രാം വിജയിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, അത് എത്രത്തോളം പ്രയോജനപ്പെടും? ഈ പറയുന്ന ആളുകളുടെ വാക്കുകൾ ആത്മാർത്ഥതയുടെ വാക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നിമിഷങ്ങളിൽ അവരുടെ പ്രായോഗിക തലത്തിൽ ജീവിതത്തിന്റെ ഓരോ വേളകളിലും ആ പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫ് ഇല്ലാത്ത വാക്കുകൾ ഒരിക്കലും ഫലം തരില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഒരു മനുഷ്യ, അപ്പൊ നമ്മൾ പറയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതല്ലേ വായി സംസാരിക്കുന്നത്? യെസ്, ഉറപ്പായിട്ടും. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ച് തരുന്നത് കൊണ്ട് സ്വയമായിട്ട് നമ്മുടെ മനസ്സിൽ പറയണമെന്ന് തോന്നി വരുന്ന ആത്മാർത്ഥമായ വാക്കുകളുണ്ട്. അങ്ങനെ സ്വയമായിട്ട് നമുക്ക് തോന്നി വരുന്ന ആത്മാർത്ഥതയുടെ വാക്കുകൾ ഫലം കായ്ക്കും. അത് അടുത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് അഭിപ്രായങ്ങൾ ഇന്ന രീതിയിൽ പറയണമെന്ന് പറഞ്ഞ് നമ്മളെ പരിശീലിപ്പിച്ച് പറയിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ നമുക്ക് കഴിയും. പക്ഷെ അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒട്ടും നമുക്ക് കാഴ്ചവെക്കാൻ കഴിയത്തില്ല. അത് പരാജയമാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ കിണറുകളുണ്ടല്ലേ, കിണറുകള്. മഴക്കാലം അല്ലെങ്കിൽ എല്ലാ സമയത്തും ഈ കിണർ നിറഞ്ഞു നിൽക്കണമെന്നില്ല. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. മഴവെള്ളം, നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ വരുന്ന മഴവെള്ളം സംഭരിച്ച് അല്ലെങ്കിൽ അതിന് പൈപ്പ് ലൈൻ ചെയ്ത് ഈ കിണറിന് റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിപ്പോ മിക്ക വീടുകളിലും കോമണാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ റീചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കൃത്രിമമായി കൊണ്ടുവന്ന് ഇതിൽ എത്തിക്കുന്ന ആ വെള്ളം എത്രത്തോളം അതിനകത്ത് ഈടുറ്റു നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേങ്കിൽ അത് ഫ്യൂച്ചറിൽ പ്രയോജനപ്പെട്ടേക്കാം. പക്ഷേങ്കിൽ അത് താൽക്കാലികമായിട്ടൊരു സംവിധാനം. എന്നാൽ ഈ കിണറിന്റെ ഉള്ളിലുള്ള ഉറവ എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു നിത്യമാണ്. അതാണ് കിണറിനെ എന്നും ഒരു കിണറായിട്ട്, ഒരു നല്ല സോഴ്സ് ആയിട്ട് നിലനിർത്തുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അഭിപ്രായമല്ല ഒരു പരിപാടി, ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത്. മറിച്ച് ഞാനും നിങ്ങൾ പറയുന്ന ആത്മാർത്ഥതയുടെ വാക്കുകളാണ് ആ പ്രോഗ്രാമിന്റെ വിജയം. അത് ആത്മാർത്ഥതയുടെ വാക്കുകളാണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഞാൻ മുന്നമേ സൂചിപ്പിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷങ്ങളിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് കാണാൻ സാധിക്കും. അല്ലാത്തതെല്ലാം വാക്കുകൾ കൊണ്ട് അവസാനിക്കും. പ്രവൃത്തി ഒരു ലേശം പോലും ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സമയം എനിക്ക് നിങ്ങളെ പറയാനുള്ളത്, നമ്മൾ പറയുന്ന വാക്കുകൾ ഏതിനെ കുറിച്ചുള്ള അഭിപ്രായമായാലും, അതൊരു പ്രോഗ്രാം ആകട്ടെ, ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, ആ പറയുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയുടെ, അല്ലെങ്കിൽ ആരും പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് പറയുന്ന വാക്കുകളായിരിക്കരുത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് അതെ അടർത്തിയെടുക്കുന്ന നല്ല ആത്മാർത്ഥതയുടെ വാക്കുകളായിട്ട് മാറട്ടെ. അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലൂടെ മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കി കൊടുക്കുവാൻ കഴിയുന്ന ആത്മാർത്ഥമായ ചിന്താഗതികളും ആത്മാർത്ഥമായ വാക്കുകളും ആത്മാർത്ഥമായ പ്രവൃത്തികളും എന്റെയും നിങ്ങളുടെയും പക്കത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ഉത്സാഹിക്കാം എന്ന വാക്കുകളോടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.